ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് ഒരു വാക്കുണ്ട്, റഹ്മ. കേട്ടിട്ടുണ്ടാവും അല്ലേ? കാരുണ്യം. പക്ഷേ ഈ ഒരൊറ്റ ആശയം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ലത് പ്രവാചകന്റെ വളരെ പവർഫുള്ളായ ഒരു വാക്കിൽ നിന്നാണ്. സ്ക്രീനിൽ കാണുന്നില്ലേ? മനുഷ്യരോട് കരുണ കാണിക്കാത്തവരോട് ദൈവം കരുണ കാണിക്കുകയില്ല. വളരെ സിമ്പിൾ, പക്ഷെ ഭയങ്കര ഡീപ്പാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു വെറും താക്കീതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വാഗ്ദാനം കൂടിയാ. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ആ കരുണയുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ദൈവത്തിൽ നിന്ന് കരുണ തിരിച്ചു കിട്ടാനുള്ള ഒരു താക്കോലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? എന്താണ് ഈ കാരുണ്യം എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിൽ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? ഇതൊരു ഫീലിംഗ് മാത്രമാണോ? അതോ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ചിന്തകളെയും ഒക്കെ മാറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലാണോ? വാ, നമുക്കിതിൻ്റെ ഉത്തരമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം മനുഷ്യന്മാരുടെ ഇടയിലുള്ള കാരുണ്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ സോഴ്സിലേക്ക് പോകാം, അല്ലേ? കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ കാരുണ്യവും തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നാണ്. ദൈവത്തിന് ഒരുപാട് പേരുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് അർ റഹ്മാൻ, അർ റഹീം. രണ്ടിൻ്റെയും അർത്ഥം കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. പരമകാരുണികൻ, കരുണാനിധി എന്നൊക്കെ പറയാം. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്നറിയണോ? ഖുറാനിൽ 114 ചാപ്റ്റേഴ്സുണ്ട്. അതിൽ ഒരെണ്ണം ഒഴികെ 113 എണ്ണവും തുടങ്ങുന്നത് ഈ രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, കാരുണ്യം എന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ വെറുമൊരു ഭാഗമല്ല, അതിൻ്റെ ഏറ്റവും കോറാണ്. ഇതേ ആശയം ഖുറാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നൊരു ഭാഗമുണ്ട്. എന്റെ കാരുണ്യം സകലതിനെയും വലയം ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഒന്നിനെയും അത് മാറ്റി നിർത്തുന്നില്ല. മനുഷ്യനായാലും മൃഗങ്ങളായാലും ചെടികളായാലും ഈ പ്രപഞ്ചത്തിലുള്ള എന്തും ആ കാരുണ്യത്തിനുള്ളിലാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു വേർതിരിവുമില്ല. വിശ്വാസി അവിശ്വാസി എന്നൊന്നും നോക്കാതെ എല്ലാവരും ആ ദൈവിക കാരുണ്യത്തിന്റെ തണലിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കേട്ടാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പ്രവാചക വചനം പറയുന്നുണ്ട്, ദൈവം കാരുണ്യത്തെ 100 ഭാഗങ്ങളാക്കിയെന്ന്. അതിൽ ഒരേ ഒരു ഭാഗം, വെറും ഒരു പാർട്ട് മാത്രമാണ് ഈ ലോകത്തേക്ക് ഇറക്കിയത്. ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ സ്നേഹവും, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമായാലും എന്തുമാക്കട്ടെ, അതെല്ലാം ആ ഒരൊറ്റ ഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ബാക്കിയുള്ള 99 ഭാഗവും ദൈവം അന്ത്യനാളിലേക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ ലോകം ഇങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള 99 ഭാഗത്തിൻ്റെ ഒരു വ്യാപ്തി എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ ആ വലിയ ദൈവിക കാരുണ്യത്തിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരാം. കാരുണ്യം എന്ന വലിയ പാഠം നമ്മൾ എവിടെ നിന്നാണ് ആദ്യമായി പഠിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, അല്ലേ? കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രം നമ്മുടെ മാതാപിതാക്കളാണ്. ഖുർആൻ ഈ വിഷയത്തിൽ എത്രത്തോളം ഡീറ്റെയിൽഡായിട്ടാണ് സംസാരിക്കുന്നത് നോക്കൂ. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരോട് ഉഫ് എന്ന് പോലും പറയരുത്. എന്താണ് ഈ ഉഫ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു അനിഷ്ടം, ഒരു ചെറിയ മുഷിച്ചിൽ, അതുപോലും കാണിക്കരുതെന്നാണ് പറയുന്നത്. ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അവരെ വേദനിപ്പിക്കാതെ ഏറ്റവും നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കണം. ഇതൊക്കെ വെറുതെ പറയുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ആളാണ് പ്രവാചകൻ മുഹമ്മദ് നബി. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? നിങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആരാണെന്ന് വെച്ചാൽ സ്വന്തം ഫാമിലിയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. ഇതൊരു വെറും ഡയലോഗ് ആയിരുന്നില്ല. അദ്ദേഹം വീട്ടുജോലികളിൽ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, പേരക്കുട്ടികളെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുമായിരുന്നു. കാരണം ആ അടിസ്ഥാന തത്വം അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. കരുണ കാണിച്ചില്ലെങ്കിൽ തിരിച്ച് കരുണ കിട്ടില്ല. അപ്പോൾ കുടുംബം എന്ന ആ ചെറിയ സർക്കിളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പുറത്തേക്ക് വരാം, സമൂഹത്തിലേക്ക്. ഇസ്ലാമിലെ ഈ കാരുണ്യം എങ്ങനെയാണ് സമൂഹത്തിലെ പാവപ്പെട്ടവരിലേക്കും ദുർബലരായവരിലേക്കുമൊക്കെ എത്തുന്നതെന്ന് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ മതത്തെ തള്ളിപ്പറയുന്നത് എന്ന്. നമ്മൾ വിചാരിക്കുന്ന ഉത്തരമേ അല്ല. ഉത്തരം ഇതാണ്, അത് അനാഥ കുട്ടികളെ ആട്ടിപ്പായിക്കുകയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിൻ്റെ അർത്ഥം ഒരാളുടെ വിശ്വാസം അളക്കുന്നത് അവൻ്റെ പ്രാർത്ഥനയിലോ നോമ്പിലോ മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ്. അനാഥകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അവരെ നോക്കുന്നതിന് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്ന് നോക്കിക്കേ. പ്രവാചകൻ തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാനും ഒരു അനാഥയെ നോക്കുന്ന ആളും സ്വർഗ്ഗത്തിൽ ദേ ഇതുപോലെയായിരിക്കും ഒരുമിച്ച്. എന്തൊരു വാഗ്ദാനമാണത്! സ്വർഗ്ഗത്തിൽ പ്രവാചകന്റെ കൂടെ ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം വേറെ കിട്ടാനുണ്ടോ? ശരി, അപ്പോൾ നമുക്ക് ഈ കാരുണ്യത്തിന്റെ സർക്കിൾ ഒന്നുകൂടി വലുതാക്കാം. കാരണം ഇസ്ലാമിലെ കാരുണ്യം മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് മൃഗങ്ങളിലേക്കും എന്തിന് പ്രകൃതിയിലേക്ക് വരെ നീളുന്ന ഒന്നാണ്.
ഇനി ഞാൻ പറയുന്ന ഈ 2 കഥകൾ കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. ഒരു വശത്ത് ദാഹിച്ച അവശനായൊരു നായയ്ക്ക് വെള്ളം കൊടുത്തതിന് പാവങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗം കിട്ടിയ ഒരു സ്ത്രീ, മറുവശത്ത് ഒരു പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്നതിന് നരകത്തിൽ പോയ വേറൊരു സ്ത്രീ. നോക്കൂ, എത്ര സിമ്പിളാണ് പോയിന്റ്. മൃഗങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ പറ്റും. അത്രയ്ക്കും സീരിയസ് ആണ് വിഷയം. ഇത് വെറുതെ പെച്ചിനോട് ദയ കാണിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇസ്ലാമിലെ ഇഹ്സാൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഏറ്റവും പെർഫെക്റ്റായി ഏറ്റവും നന്മയോടെ ചെയ്യുക. ഏറ്റവും എക്സ്ട്രീമായൊരു ഉദാഹരണം പറയാം. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ പോലും ആ പ്രവൃത്തിയിലും കാരുണ്യം നിർബന്ധമാണ്. അതിനെ പരമാവധി വേദനിപ്പിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കാരുണ്യത്തിന്റെ പല ലെവലുകൾ കണ്ടു. ഇനി ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കാം. കാരുണ്യം കാണിക്കാൻ വലിയ പൈസയൊന്നും വേണമെന്നില്ല. ഇസ്ലാമിലെ സദക്ക അഥവാ ചാരിറ്റിക്ക് ഭയങ്കര വിശാലമായ അർത്ഥമാണ്. ഒന്ന് കേട്ടുനോക്കിക്കേ. 2 പേർക്കിടയിൽ ഒരു പ്രശ്നം തീർത്ത് നീതിയുണ്ടാക്കുന്നത് ഒരു സദക്കയാണ്. ഒരാളെ വണ്ടിയിൽ കയറാൻ സഹായിക്കുന്നത് സദക്കയാണ്. എന്തിനധികം ഒരു നല്ല വാക്ക് പറയുന്നത് പോലും സദക്കയാണ്. വഴിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുന്ന ഒരു കല്ലോ മുള്ളോ എടുത്തു മാറ്റുന്നത് പോലും സദക്കയാണ്. അപ്പോൾ നോക്കിക്കേ, എല്ലാ ദിവസവും നമുക്ക് എത്ര അവസരങ്ങളുണ്ട് കാരുണ്യം കാണിക്കാൻ. ഇനി നമുക്ക് കാരുണ്യത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന ഒരു ലെവലിലേക്ക് പോകാം: ക്ഷമ. ഖുർആൻ പറയുന്നത് പ്രതികാരം ചെയ്യാൻ എല്ലാ ചാൻസും ഉണ്ടായിട്ടും ക്ഷമിക്കുന്ന ആളുണ്ടല്ലോ, അവന്റെ പ്രതിഫലം കൊടുക്കുന്നത് ദൈവം നേരിട്ടാണ് എന്നാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെയുണ്ട്. വർഷങ്ങളോളം അദ്ദേഹത്തെയും കൂട്ടുകാരെയും ഉപദ്രവിച്ച മക്കയിലെ ആളുകളോട് അദ്ദേഹം ഒരു വിജയിയായി തിരിച്ചു വന്നപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാവർക്കും മാപ്പ് കൊടുത്തു. അതാണ് ക്ഷമ, അതാണ് കാരുണ്യത്തിന്റെ പീക്ക്. അപ്പോൾ റഹ്മ എന്നീ വലിയ വിഷയത്തിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്? നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം. 1. കാരുണ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ സൈഡിലുള്ള ഒരു കാര്യമല്ല, അതിന്റെ സെന്ററാണ്. 2. ഇത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാത്തിനും വേണ്ടിയുള്ളതാണ്. 3. ഇതൊരു വെറും ഫീലിംഗ് അല്ല, നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 4-മതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാരുണ്യമാണ് ഈ ലോകത്തും ഇനി വരാനിരിക്കുന്ന ലോകത്തും നമ്മുടെ വിജയത്തിന് കാരണം. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് ദൈവത്തിന്റെ കാരുണ്യമെന്ന വലിയൊരു സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓർമ്മയില്ലേ? ഈ ലോകത്തുള്ള സ്നേഹമൊക്കെ അതിലൊരു തുള്ളി മാത്രമാണെന്നും നമ്മൾ കണ്ടു. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ദൈവം നമുക്ക് തന്ന ആ കാരുണ്യത്തിന്റെ ഒരു ചെറിയ കണിക, ഒരു തുള്ളി, അതുപയോഗിച്ച് നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ നമുക്കോരോരുത്തർക്കും എങ്ങനെ സാധിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.